A4 ഷീറ്റിൻ്റെയോ അതേപോലെ തന്നെ നമ്മുടെ കട്ടൻ കാപ്പിയോ കോഫി പൗഡറോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് സിമ്പിളായിട്ടൊരു വിൻറ്റേജ് ബുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ളത് ആകെ ഈ ഒരു കവർ മാത്രമാണ്. ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഇല്ലാതില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് വാങ്ങിക്കഴിഞ്ഞാലോ കടയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമല്ല ഇത്. അപ്പോൾ ഇതില്ലാത്ത വീടുകൾ പൊതുവെ കുറവായിരിക്കും. ചില സ്ഥലത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഐഡിയാസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മുന്നേ ഞാൻ A4 ഷീറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്രാഫ്റ്റ് ഇതേപോലെ വിൻറ്റേജ് ബുക്ക്. പക്ഷേ A4 ഷീറ്റ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു കവർ എടുത്തതിന് ശേഷം ഈ കവറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇതേപോലെ കീറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് കട്ട് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ഇവിടെ ചെറിയൊരു ബുക്കാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വലിയ ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ വലിയ സൈസിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒരുപാട് കവേഴ്സൊന്നും വീട്ടിലുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഉള്ളതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെറിയ ബുക്കായതുകൊണ്ട് തന്നെ ഇതൊന്നും കൂടി മടക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതേപോലെ വിട്ട് വരുമല്ലോ. അപ്പോൾ സാധാരണ തുന്നി കൊടുക്കാറാണ് പതിവ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതായിരിക്കും നല്ലത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബുക്കിൻ്റെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, സംഭവം സൂപ്പറാണ്. ഇനി നമുക്കിതിനൊരു എന്താ പറയുക കവർ ഇട്ട് കൊടുക്കണ്ടേ. അതായത് നമ്മളെ നാട്ടിലൊക്കെ ഇതിന് ചട്ടാന്നൊക്കെ പറയും. ഇനി ആ കവർ ഇട്ട് കൊടുക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതേപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഗ്ലൂ തേച്ചിട്ട് ബാക്ക് സൈഡിൽ ഗ്ലൂ തേച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് സൈഡ് നമ്മൾ നോട്ട്ബുക്കിനൊക്കെ കവർ ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ സിമ്പിളായിട്ട് നോട്ട്ബുക്കിനൊക്കെ കവർ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് കവർ ചെയ്യാൻ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു A4 ഷീറ്റാണ് കേട്ടോ, ബ്രൗൺ കളർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും തുണിയോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും എടുക്കാം, ബ്രൗൺ ആയിട്ടുള്ളത്. വിൻറ്റേജ് ലുക്കൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഏത് ടൈപ്പാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതേപോലത്തെ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അതുതന്നെ യൂസ് ചെയ്യാം. പിന്നെ ഫെവി സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ബാക്ക് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഫെവി സ്റ്റിക്കായിരിക്കും നല്ലത്. ഫെവി ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് കലവ് വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പൊക്കെ വരച്ചിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. സംഭവമൊക്കെ റെഡിയായപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിൻ്റെ സൈഡ് ഭാഗമൊന്നും ഞാൻ ബേൺ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത്. സാധാരണ രീതിയിൽ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ബേൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇതെനിക്ക് മറന്നു പോയതുകൊണ്ടാണ് ഞാൻ ഫൈനലായിട്ട് ബേൺ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ ഒന്ന് സിഗർ ലൈറ്റ് വെച്ചിട്ട് ഇതേപോലെ ബേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സിഗർ ലൈറ്റ് ഇല്ലയെന്നാണെങ്കിൽ നമുക്ക് ക്യാൻഡിൽ വെച്ചിട്ട് ബേൺ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണല്ലേ. അപ്പോൾ അതേപോലെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. പറ്റുമെങ്കിൽ ക്യാൻഡിൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ സിഗർ ലൈറ്റ് വെച്ചിട്ട് ബേൺ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വിൻറ്റേജ് ബുക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.